വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മൾ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് പ്രസ് ചെയ്യുക കേട്ടോ. അതിൽ സക്സസ് സ്റ്റോറീസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ സെയിം ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്ത ടിപ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. നാച്ചുറലി പ്രഗ്നന്റ് ആകാനായിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. നാച്ചുറലി പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്നത്. അതല്ലാതെ യാതൊരു തരത്തിലുള്ള മെഡിക്കേഷൻസോ അല്ലെങ്കിൽ സെൽഫായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ ഒന്നും നമ്മുടെ ചാനലിൽ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് എടുത്തിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുന്നുള്ള മാറ്റങ്ങൾ കൊണ്ടിട്ടും പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് അശ്വഗന്ധയെ പറ്റിയിട്ടാണ്. അശ്വഗന്ധയെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. നല്ലൊരു ഹെർബാണത്. ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെയുള്ള, ഒരുപാട് വിറ്റമിൻസ് ഒക്കെയുള്ള, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഹെർബാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്നത്. അശ്വഗന്ധ ഉപയോഗിക്കുന്നത് വഴി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ബെനിഫിറ്റ് ആണ്, ഇത് നമ്മളുടെ ശരീരത്തിലെ കോർട്ടിസോളിന്റെ ലെവൽ ബാലൻസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സ്ട്രെസ് ഹോർമോൺ ആണ്. നമ്മൾ സ്ട്രെസ് ആകുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ജനറേറ്റ് ആകുന്ന ഒരു ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഈ കോർട്ടിസോൾ ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഫെർട്ടിലിറ്റി, അതുപോലെ സെക്ഷൽ പെർഫോമൻസ്, നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ, ഇവയൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ചിലർക്ക് വിറവല് പോലെ ഉണ്ടാകും, ചിലർക്കൊന്നും കഴിക്കാനായിട്ട് തോന്നില്ല, ചിലർ ഭയങ്കര വിശപ്പുള്ളവരായിരിക്കും, ചിലർക്ക് ഒട്ടും തന്നെ ഉറക്കം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും ഇത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കോർട്ടിസോളിന്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വഗന്ധ ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ടെൻഷൻ അനുഭവിക്കുന്നവരാണ് പലരും. അതുപോലെ തന്നെ ഓവുലേഷൻ അടുക്കുന്ന സമയത്തും ഒക്കെ പലർക്കും ടെൻഷൻ ഉണ്ട്. ഓവുലേഷൻ നടക്കോ, പ്രഗ്നൻസി ആകുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ ഗുണമാണ്, ഇത് പ്രൊജസ്ട്രോണിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നമുക്ക് സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും, നമുക്ക് രണ്ട് ഫേസിലും, നമ്മുടെ മെൻസ്ട്രേഷന്റെ രണ്ട് ഫേസിലും വേണ്ട ഹോർമോൺസ് ആണ് ഈസ്ട്രോജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും. ഇതിന്റെ ലെവലിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഹോർമോൺ കൂടാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഈസ്ട്രോജന്റെ അളവ് കൂടും. ഈസ്ട്രോജൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോളിക്കുലർ ഫേസിന്റെ ലെങ്ത് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നമുക്ക് നടക്കില്ല. അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറയുന്നതിന്റെ ഭാഗമായിട്ട് ലൂട്ടിയൽ ഫേസിന്റെ ലെങ്ത് കുറയും. ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ ലെങ്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ആ ടൈം പീരീഡിന്റെ ലെങ്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് പ്രഗ്നൻസി നീണ്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എൻഡോമെട്രിയൽ ലൈനിങ് പെട്ടെന്ന് ഷെഡ് ആവും. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ലെവൽ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. വേണ്ടത്ര പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരം പുറപ്പെടുപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് വളരുകയും പീരീഡ്സ് ആകാതെ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ശരീരത്തിന് ലഭിക്കുകയുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത ബെനിഫിറ്റ് ആണ്, നമ്മളുടെ ശരീരത്തിലെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. തൈറോയിഡിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ, അതുപോലെ മെറ്റബോളിസം, എനർജി ലെവൽ, ഇതൊക്കെ നമ്മുടെ മൂഡ്, ഇതെല്ലാം നോർമൽ ആയിട്ട് പോകാനായിട്ട് കാരണമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ തൈറോയിഡിന്റെ പ്രവർത്തനം നമ്മുടെ പീരിയഡ്സുമായിട്ടും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റി ആയിട്ടും അഫക്ട് ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും തൈറോയിഡിന്റെ അളവിൽ വ്യത്യാസം വരുന്നതിന്റെ ഭാഗമായിട്ട് ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ ഒബിസിറ്റി ഉണ്ടാവുന്നുണ്ട്. ചിലർക്ക് ഇറഗുലർ ആയിട്ട് സ്പോട്ടിംഗ് വരുന്നുണ്ട്. ചിലർക്ക് മെൻസ്ട്രേഷന്റെ ലെങ്ത് കൂടി പോകുന്നുണ്ട്. ചിലർക്ക് പീരിയഡ് സൈക്കിളിന്റെ ലെങ്ത് കൂടി പോകുന്നുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ തൈറോയിഡിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാത്തത് മൂലം നമുക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. തൈറോയിഡിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്നവർക്ക് അശ്വഗന്ധ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു ഗുണം നമുക്ക് കിട്ടുന്നത്, നമ്മുടെ മെൻസ്ട്രൽ ഹെൽത്ത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പീരിയഡ് സൈക്കിളിന്റെ ലെങ്ത് കൃത്യമായിട്ടൊരു 21-35 ആ സൈക്കിൾ വേണം നമുക്ക് പീരിയഡ്സ് പോകാൻ വേണ്ടിയിട്ട്. 21-നേക്കാളും കുറവോ 35-നേക്കാളും കൂടുതലോ ആയിട്ട് മെൻസ്ട്രേഷൻ പോവുകയാണെങ്കിൽ നമുക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. ഇനി ഓവുലേഷൻ ഉണ്ടായി കഴിഞ്ഞാലും മെൻസ്ട്രേഷന്റെ ലെങ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത് മൂലം നമുക്ക് ഓവുലേഷൻ ഡേറ്റ് മിസ്സായി പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ്. അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അണ്ടം വളരുന്നതിന്റെ ഒരു ഡ്യൂറേഷൻ ഒക്കെ കൃത്യമായിട്ട് ആക്കുന്നതിനും ഇംപ്ലാന്റേഷന് വേണ്ട സമയം കൃത്യമായിട്ട് ആക്കുന്നതിനും വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ മെൻസ്ട്രേഷൻ റെഗുലർ ആക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള ആളുകൾക്ക് അശ്വഗന്ധ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.
അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ PMSന്റെ സിംറ്റംസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. PMS പലർക്കും ഒരു വില്ലനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം പ്രഗ്നൻസി സിംറ്റംസ് കണ്ടു തുടങ്ങുന്ന സമയത്താണ് പലർക്കും പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകുന്നത്. ഓൾമോസ്റ്റ് പ്രഗ്നൻസി സിംറ്റംസുമായിട്ട് മാച്ച് ആയിട്ടുള്ളതാണ് പ്രിമെൻസ്ട്രൽ സിംറ്റംസ്. അതായത് നമുക്ക് ക്ഷീണം ഉണ്ടാവുക, ഛർദ്ദിക്കാൻ വരിക, ഗ്യാസ് ട്രബിൾ ഉണ്ടാവുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് നമുക്ക് ഉണ്ടാകാറുണ്ട്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, പ്രഗ്നൻസി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് പ്രതീക്ഷ വെക്കുന്നവരുണ്ട്. ആ പ്രതീക്ഷ നഷ്ടമായിട്ട് പോയിട്ട് സ്ട്രെസ്സിലോട്ട് എത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും നമ്മൾക്ക് ചേഞ്ചസ് ബോഡിയിലുണ്ടെങ്കിൽ, എന്തെങ്കിലും സിംറ്റംസ് ശരീരം കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ശരീരത്തിനകത്ത് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെന്നാണ്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ശരീരത്തിൽ ഉണ്ടാകുന്ന ആളുകൾ പ്രൊജസ്ട്രോണിന്റെ ലെവൽ കൃത്യമായിട്ട് തന്നെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ നോക്കണം. പ്രൊജസ്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കണം. കൃത്യമായിട്ട് എക്സസൈസുകൾ ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ള ആളുകൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അശ്വഗന്ധ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകുന്നത് ഡേറ്റ് ആകുന്നതിന് 1-2 ദിവസമൊക്കെ മുൻപാണെങ്കിൽ നമ്മൾ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരുപാട് ദിവസം മുൻപ് തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം കേട്ടോ. നമ്മൾ ഹോം റെമഡീസ് ഫോളോ ചെയ്തിട്ടും സക്സസ് ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടത് പറയണം കേട്ടോ. അടുത്തതാണ് നമ്മുടെ PCOS ഉണ്ടാകുന്ന ആളുകൾക്ക് അതിന്റെ സിംറ്റംസ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. PCOD ഉള്ള ആളുകൾക്ക് പലതരത്തിലുള്ള ബോഡി ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഓവർ വെയിറ്റ് ആയി പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് മുഖത്ത് ചുറ്റും കഴുത്തിന് ചുറ്റും ഒക്കെ കറുത്ത പാടുകൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പിമ്പിൾസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. അതുപോലെ ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. അതെല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഈസ്ട്രോജന്റെ ഡൊമിനൻസ് പലപ്പോഴും PCOD ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അശ്വഗന്ധ ഉപയോഗിക്കുമ്പോഴേക്കും പ്രൊജസ്ട്രോൺ ലെവല് കൃത്യമായിട്ട് വരുന്നത് കൊണ്ട് ഈസ്ട്രോജൻ ഡോമിനൻസ് നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസും അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും PCOD ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്ട് ആ ഒരു ലിബിഡോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലൂബ്രിക്കേഷൻ സപ്പോർട്ട് നമ്മുടെ ശരീരത്തിന് നല്ലതുപോലെ കിട്ടുന്നു. ബ്ലഡ് സർക്കുലേഷൻ ജെനിറ്റൽ പാർട്സിലോട്ടും അതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടും ഇൻക്രീസ് ആകുമ്പോഴാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം നമുക്ക് കൂടുന്നത്. ഏകദേശം ഓവുലേഷൻ നടക്കുന്ന സമയത്ത് പലർക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യം ഭയങ്കര കൂടുതലായിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്നതിനുള്ള കാരണം റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിലോട്ടും നമ്മുടെ സെർവിക്സിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകും. നിങ്ങളുടെ പാർട്ട്ണറെ അട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. അതെല്ലാം നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലിബിഡോ കുറവുള്ള ആളുകൾക്ക്, കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യം കുറവുള്ള ആളുകൾക്കൊക്കെ അശ്വഗന്ധ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ഗുണം കിട്ടുന്നത് നമ്മുടെ ഓവറിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓവറീസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ട് അണ്ടം വളർന്ന് നമ്മുടെ FSH, LH, ഈസ്ട്രോജൻ ഹോർമോണൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതിനും അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് അണ്ടം പൊട്ടുന്നതിനും നല്ലതുപോലെ വളർന്ന് അത് റപ്ചർ ആകുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുത്തിട്ട് ഓവുലേഷൻ നടക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചിട്ട് എഗ്ഗ് റപ്ചർ ആകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കാനായിട്ട് അശ്വഗന്ധ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസും അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഒക്കെ നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി പുരുഷന്മാർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതെന്ന് നോക്കാം. അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള സെക്ഷൽ ഡിസയർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പുരുഷന് സെക്ഷൽ ഡിസയർ കൂടുന്നതിനനുസരിച്ച് മാത്രമേ ഒരു ടേമിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പാത്തിലോട്ട് സ്ത്രീയെ എത്തിക്കാനായിട്ട് പലർക്കും സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിൽ മിസ്മാച്ച് ഉണ്ടാകുന്ന സമയത്താണ് പലർക്ക് സെമന്റെ ക്വാളിറ്റി അത് അഫക്ട് ചെയ്യുകയും കൗണ്ടിനെ അത് അഫക്ട് ചെയ്യുകയും അതുപോലെ സെക്ഷൽ ഡിസയറിനെ അത് അഫക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇവരുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ വാല്യൂ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ഇതിലൂടെ കിട്ടുന്നു. അതുപോലെ തന്നെ സെമന്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും മോട്ടിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം പുരുഷന്മാർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് പ്രിമച്യൂർ ആയിട്ട് എന്തെങ്കിലും ഇജാക്കുലേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അശ്വഗന്ധ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് അശ്വഗന്ധ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓൺലൈനായിട്ടൊക്കെ അശ്വഗന്ധയുടെ പൗഡർ മേടിക്കാനായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾ പൗഡർ ഫോമിൽ മേടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ഈസിലി അവൈലബിൾ ആണ് കേട്ടോ അശ്വഗന്ധയുടെ ഒരു പൗഡർ. ഇത് നിങ്ങൾ മേടിച്ചതിന് ശേഷം
എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് നിങ്ങൾ അടച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾ 1 ടീസ്പൂൺ വീതം ഉപയോഗിക്കുക. 1 ടീസ്പൂൺ എടുത്തിട്ട് പാലിലോ വെള്ളത്തിലോ ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഫോമിലോ നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല. പാലിൽ ചേർത്താലോ വെള്ളത്തിൽ ചേർത്താലോ കുഴപ്പമില്ല കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പീരീഡ് മുതൽ ഓവുലേഷൻ വരെയുള്ള സമയത്ത് നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കേണ്ട അതിന്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക. നേരെ മറിച്ച് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള ടിപ്സ് ഒക്കെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോർട്ടിലിറ്റി എക്സസൈസുകളൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് അത് സഹായിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.